അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു പൊതിച്ചോറാണ് തയ്യാറാക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്നും പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വാഴയിലയിൽ പൊതിഞ്ഞു കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് സിമ്പിൾ നാടൻ കറികളൊക്കെ ചേർത്തിട്ടുള്ളൊരു പൊതിച്ചോറ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ചോറ് തയ്യാറാക്കുന്നത് കാണിക്കുന്നില്ല. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചോറ് തയ്യാറാക്കുന്നത്, അടുപ്പത്തോ അല്ലെങ്കിൽ കുക്കറിലോ വെച്ചിട്ട് നമുക്ക് ചോറ് തയ്യാറാക്കി വെക്കാം. ഞാനിപ്പോൾ ചോറ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് വേണ്ട മീനൊന്ന് മസാല പുരട്ടി വെക്കാം. ഞാനിപ്പോൾ അയലയാണ് എടുത്തിട്ടുള്ളത്, 4 അയല എടുത്തിട്ടുണ്ട്. ഒരു പൊതിച്ചോറിൽ നമ്മൾ ഒരു മീനാണ് വെക്കുക. അപ്പോൾ 4 പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 4 മീൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് മീൻ പൊരിക്കാൻ ചേർക്കുന്ന മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. ഇനി മീനിന് നല്ല കളർ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മീനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മസാല ഞാനിപ്പോൾ ഈ മീനിൽ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി, അതുപോലെ നാരങ്ങാനീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിലൊക്കെ ഒന്ന് പുരട്ടി വെക്കാം. ഇപ്പോൾ ഞാൻ മീനിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വരഞ്ഞു കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ മീൻ കുറച്ച് സമയം മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് വേണ്ട ഉപ്പേരി തയ്യാറാക്കാം. ഉപ്പേരിയോ തോരനോ ഏതായാലും മതി. ഞാനിപ്പോൾ പയറുപ്പേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായി വന്ന ശേഷത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകിടാം. അപ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടിട്ടുണ്ട്. ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6-7 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു 4 ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. ഇനി ഇതൊന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോയുടെ അടുത്ത് പയറുണ്ട്. പയർ അധികം ചെറുതാക്കിയിട്ടില്ല, കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ പയറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പയറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പയറൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പയർ മൂടി വെച്ചിട്ടുണ്ട്. ഇനി പയർ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പയർ തോരനാണ് വേണ്ടെങ്കിൽ ഈ പയറൊന്ന് വെന്ത് വന്ന ശേഷം അതിലേക്കൊരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ചതച്ചേ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പയറുപ്പേരിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കൊരു ചമ്മന്തി തയ്യാറാക്കാം. ഞാനിപ്പോൾ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 25 ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിയിലേക്ക് നമുക്ക് ചുവന്ന മുളക് വേണം. ഞാനിപ്പോൾ ഒരു 15 ചുവന്ന മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചമ്മന്തിക്ക് നല്ല ചുവപ്പ് കളർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി വേണം. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണം ഈ ചമ്മന്തി തയ്യാറാക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കനലിൽ വെച്ചിട്ട് ഉള്ളി, മുളകും തേങ്ങയൊക്കെ ചുട്ടരച്ച് തയ്യാറാക്കുന്ന ചമ്മന്തിയുടെ ടേസ്റ്റിലുള്ള നല്ലൊരു ചമ്മന്തിയാണിത്. നമ്മളിത് കനലിലിട്ട് ചുട്ടെടുക്കുന്നൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിത് വെച്ചിട്ട് ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ ചെറിയുള്ളി കുറച്ചൊന്ന് വഴന്നു വന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് സോഫ്റ്റായി തുടങ്ങണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കളറൊക്കെ മാറി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്ന ശേഷം നമുക്ക് ചമ്മന്തി അരക്കാം.
ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് വേണ്ട മുട്ട പൊരിച്ചത് തയ്യാറാക്കാം. ഞാനിപ്പോൾ വലിയ മുട്ട ആയതുകൊണ്ട് 2 മുട്ട എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ നമുക്ക് ഓരോരോ പൊതിയിലേക്കും ഓരോരോ മുട്ട എടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 2 മുട്ട. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് 1-2 പ്രാവശ്യമായിട്ട് ഈ മുട്ട പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ വലിയ പാൻ ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റിയ ശേഷം ഈ പാനിൽ തന്നെ നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ പൊരിക്കാം. അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ പൊരിച്ചതിന് കുറച്ചും കൂടെ ടേസ്റ്റുമാണ്. പിന്നെ മീൻ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഈ മീൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വഴറ്റി വെച്ചുള്ള ചമ്മന്തി അരക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ചതക്കാനും പൊടിക്കാനൊക്കെ എടുക്കുന്ന ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലിട്ട് നമുക്കൊന്നങ്ങ് ഒതുക്കിയെടുക്കാം. നന്നായിട്ട് അങ്ങ് അരിഞ്ഞ് പേസ്റ്റായി പോകരുത്. എല്ലാം കൂടി ഒന്ന് ഒതുങ്ങി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചുള്ള പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി അരക്കാം. ഇപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ചമ്മന്തി അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിലേക്ക് വേണ്ട ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് വേണ്ട കറി തയ്യാറാക്കാം. ഞാനിപ്പോൾ തക്കാളി കറിയാണ് തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉലുവ ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മളൊരു എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ വേണം. ഇപ്പോൾ നമ്മുടെ തക്കാളി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം.
ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ പിന്നെ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിനാഗിരി അല്ലെങ്കിൽ കുറച്ച് പുളി ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊതിച്ചോറിലേക്ക് വേണ്ട തക്കാളി കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കഷ്ണം വാഴയില എടുത്തിട്ട് നന്നായിട്ട് ക്ലീനാക്കി തുടച്ചെടുത്ത ശേഷം തീയിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇലയിലേക്ക് ആദ്യം ഒരാൾക്ക് വേണ്ട ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പേരി ഇട്ട് കൊടുക്കാം. ഉപ്പേരി ചോറിൻ്റെ മുകളിൽ ഇട്ടാലും മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പേരി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അച്ചാർ, ഞാനിപ്പോൾ നാരങ്ങ അച്ചാറാണ് എടുത്തിട്ടുള്ളത്. ഇനി മീൻ പൊരിച്ചത് വെക്കാം. പിന്നെ തക്കാളിക്കറി. ഇനി ഈ കറിയുടെ മുകളിലായിട്ട് മുട്ട പൊരിച്ചതും കൂടെ വെക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചോറും കറികളും എല്ലാം വാഴയിലയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് മടക്കിയെടുക്കണം. അപ്പോൾ ശരിക്കും വാഴയില പൊതിയുന്ന രീതി ഇതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിത് പറ്റുന്ന രീതിയിലൊന്ന് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത ശേഷം ഇതിന് നമുക്ക് വാഴനാര് കൊണ്ട് കെട്ടാം. വാഴനാര് 2 ചെറിയ നാരായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് 2 പ്രാവശ്യമായിട്ട് കെട്ടുന്നുണ്ട്. വാഴനാര് നല്ല നീളത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ മടക്കി അങ്ങ് കെട്ടിയാൽ മതി. അപ്പോൾ ഒരു കെട്ട് കഴിഞ്ഞു. ഇനി ഒരു നാരും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ കെട്ടിക്കൊടുക്കാം. പിന്നെ നമ്മൾ ചോറും കറികളൊക്കെ ഈ ഇലയിലേക്ക് ചേർക്കുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ചേർക്കണം. എന്നാൽ അത് കിടന്നിട്ട് ഈ ഇലയൊക്കെ നന്നായിട്ട് വാടി ഇലയുടെ ടേസ്റ്റും മണമൊക്കെ ചോറിലേക്കും കറിയിലേക്കും ഒക്കെ പിടിച്ചിട്ട് ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ പൊതിച്ചോറൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തുറക്കരുത്. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ചോറ് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന പോലെ രാവിലെയൊക്കെ കെട്ടി വെച്ചിട്ട് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ നേരത്തെ ഇത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് തുറക്കുമ്പോൾ ഈ കറികളുടെ ഇലയുടെ ഒക്കെ ടേസ്റ്റും മണമൊക്കെ ഈ ചോറിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റും നല്ല മണമായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ രാവിലെ കെട്ടി വെച്ചിട്ട് ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഇലയുടെ കളറൊക്കെ ഒന്നും കൂടെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് സിമ്പിളായിട്ടുള്ള നാടൻ കറികൾ മാത്രമേ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.